ബലാശ്വഗന്ധാദി തേച്ച് കുളിച്ചിടേണ്ട പ്രായം, കുളി കഴിഞ്ഞ് കഷായവും നെയ്യും കഴിച്ചിടേണ്ട പ്രായം, നാലമ്പല നട ചുറ്റി നടന്ന് ജപിച്ചിടേണ്ട പ്രായം, നാലമ്പല നട ചുറ്റി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാരായണ 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 നാരായണ, നാലമ്പല നട ചുറ്റി നടന്ന് ജപിച്ചിടേണ്ട പ്രായം. നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ, നാലും കൂട്ടി മുറുക്കി നാടിൻ നായകനാകാൻ നോക്കൂ. ഓടരുതമ്മാവാ ഞങ്ങൾ കാളറിയാം, അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾ കാളറിയാം. ബോറടിച്ചിരിക്കുമ്പോഴാണല്ലോ കാറ്റ് കൊള്ളാൻ ഇറങ്ങുന്നത്. ഒരു കമ്പനി തരാം, ബോറടി മാറ്റാം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്പസമയം നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാം. അല്ല അപ്പോഴേ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അങ്ങനെ അങ്ങ് പോയാലോ? പഞ്ചരമാമോ അമ്മാവോ പഞ്ചരമാമോ, പഞ്ചരമാമോ അമ്മാവോ പഞ്ചരമാമോ, മധുരം നുള്ളി നടക്കല്ലേ അമ്മാവോ അമ്മാവോ, വാദവും പിത്തവും കൂടും മനസ്സിളക്കി പോകല്ലേ അമ്മാവോ അമ്മാവോ, മരുന്നും മന്ത്രവും വാങ്ങും കുളക്കടവിലിറങ്ങല്ലേ അമ്മാവോ അമ്മാവോ, കൊച്ചും കൊളുത്തും വീഴും കടപ്പുറത്തും പോകല്ലേ അമ്മാവോ അമ്മാവോ, ആട്ടും തുപ്പും കിട്ടും. ഓടരുതമ്മാവാ ഞങ്ങൾ കാളറിയാം, അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾ കാളറിയാം, അയ്യോ ഓടരുതമ്മാവാ ഞങ്ങൾ കാളറിയാം. കാലത്ത് ശരീരമായിട്ട് ഇറക്കണ്ട, ചിലപ്പം വല്ലയിടത്തും കയറി ഉളുക്കും. അത് ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ അസൂയ കൊണ്ട് പറഞ്ഞു പോയതാ. അമ്മാവൻ വളരെ സെക്സി ആണല്ലോ. ഞങ്ങൾ ഇത്രയും ചെറുപ്പക്കാരിവിടെ ഉണ്ടായിട്ടും അവൾക്ക് അമ്മാവൻ മതി. ഉടക്കാനുള്ള പരിപാടിയാണ്. ഉടക്കാൻ തന്നെയാണ്. ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നു കേട്ടോ. ഒന്നും പറയണ്ടല്ലേ മേഖലേട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിന് ഛർദി, ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ? ആ മൂത്ത് ചേർക്കുന്നല്ലേ കോളേജ് പഠിക്കുന്ന പയ്യനോ? അവരെങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ടേ. 100 രൂപ ഒന്ന് കാക്ക വളർന്നു വറക്കും. അപ്പം ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? ഞങ്ങളുടെ എമൗണ്ട് കംപ്ലീറ്റ് ഗഡുക്കളായി ഗൾഫിൽ വന്നോണ്ടിരിക്കുക. അപ്പൊ അറബി ഫാമിലി ആണല്ലോ. ഒരു പാക്കറ്റ് ബിൽസ് 2 ആക്കിക്കോ. 3 ആയിക്കോട്ടെ. 7 തീപ്പെട്ടി. 7 തീപ്പെട്ടി? എന്താ വെടിക്കെട്ടുണ്ടോ? ഉണ്ടാവും ഉണ്ടാവും. എടേ കോരെ, ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ നീ കണ്ടിട്ടുണ്ടാടേ? കൊള്ളാം, എന്തൊരാട്ടം. കിളവന്മാർ വരെ വീട് പോവില്ലേ? എന്നാ പിടിച്ചോ, ഒരു പാക്ക് വിൽസും തീപ്പെട്ടിയും പിടിച്ചോ. ബാക്കിയോ? ബാക്കി പാർസലായിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് അയച്ചു തരാം കേട്ടാ. എടേ ഇപ്പൊ ഇത് മതിയുടെ, ഇതൊന്നും വലിച്ച് ശരീരം കേട് വരുത്താതെ മക്കളെ. ഒന്നോ ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ പറയാം. ഏത് വേറെ ചില കാര്യം? അല്ല പാച്ചേട്ടാ, നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രിയാവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാമറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. വായും പൊളിച്ചല്ലേ ഇരിക്കുന്നത്. ഞങ്ങള് ചിലരുടെയൊക്കെ ചില ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട്. ചിലപ്പോ അത് ഈ നാട്ടിലെ ചുവരുകളിലൊക്കെ കണ്ടെന്നും വരും. അല്ല, ഒരു ലോകകാരി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കള്ളു കുടിക്കാനും പെണ്ണുങ്ങൾ ഉടുതുടില്ലാതെ ഡാൻസ് ചെയ്യുന്നത് കാണാനും മറ്റേതൊക്കെ നിങ്ങളുടെ കൈ കാശുണ്ടല്ലേ? സപ്പോസ് പാച്ചിപ്പിള്ള ചേട്ടന്റെ കടയിൽ നിന്ന് പറ്റിയ 10 കാശ് തരാൻ നിങ്ങളുടെ കയ്യിലില്ല അല്ലേ? നോക്കിക്കോ, ഒരു ദിവസം ഉടുതുടില്ലാതെ ഈ പബ്ലിക് റോട്ടിൽ നിന്ന് ക്യാമറക്കാരി നിങ്ങളെ കൊണ്ട് കളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പാച്ചോട്ടൻ നല്ല സൂക്ഷിച്ചു നോക്കി. നമുക്ക് മിനിസ്റ്റർ ഒന്ന് കാണണം. പിന്നെ ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണേ. പാച്ചേട്ടാ, ഞങ്ങൾ പോകുന്നു. പാച്ചേട്ടാ, ഇല്ല മേജർ സാറേ, സാറിനെന്താ പിള്ളേരെ കാണുമ്പോ ഒരു ചമ്മല്?
അലവലാദികൾ ആഹാ. യവനെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. ആ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ചപ്പിള്ളേ. ആ, പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങള്. എടാ നിന്നോട് വരാനാ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാ. ചാപ്പിട്ട് നീ എന്താ അവനെ അടിക്കുന്നത്? അവൻ വരത്തില്ലേ? വാടാ ഇങ്ങോട്ട്. കുറെ നേരം ആയാലും ഇവിടെ കിടന്ന് വെള്ളം വയ്ക്കാൻ തുടങ്ങിട്ട്. അറിയാം. വിളിച്ചിട്ട് വരുന്നില്ല, ഞങ്ങൾ എന്തോ ചെയ്യും? വരുന്നില്ലെങ്കിൽ എടുത്തോണ്ട് പോ. അല്ല ഞങ്ങളിവിടെ നിൽക്കുന്നോണ്ട് സാർമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇരുന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ. നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ ഉറങ്ങുന്നുള്ളൂ. അതെന്തൊരു സോക്കേടാല. ഒരു ന്യായം വേണം മനുഷ്യനായ ഏത് കാര്യത്തിൽ ന്യായം വേണം. മര്യാദക്ക് വീട്ടിൽ പോകുന്നത് നല്ലത്. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോയി. കാശോ കാശുണ്ടേ കൊടുക്കണേ. വല്ല പിച്ചക്കാരന്മാരും ആയിരിക്കും. പിച്ചക്കാരൻ തന്തേടാ. അതെയാ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. അതിന് എന്റെ തന്ത വിശക്കാരനല്ലല്ലോ. ചിലപ്പോ ആയിരിക്കും. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നീ കൂടെ വന്നു. ഇനി ഞങ്ങളെ ഇടിക്കാരെങ്കിലും വരുമല്ലേ, അപ്പൊ വിളിക്കായിരുന്നാ മതിയല്ലേ. ഒരു കാര്യം, വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. അല്ല ഇതുപോലെ വൃത്തി കാണിച്ചോണ്ടോ